ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു വെറൈറ്റി കോമ്പിനേഷൻ അറ്റാക്കിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട സെയിം അറ്റാക്കാണ് നമ്മൾ വീണ്ടും ചെയ്യാമാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇതുവരെ അറ്റാക്ക് ഇട്ട് കളിച്ചിട്ടില്ല. നമുക്ക് നോക്കാം അറ്റാക്ക് വൃത്താണോ അല്ലയോ എന്ന്. ഇന്ന് നമ്മൾ നേരെ റിവെഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ് ഗൈസ്, ഒരു റിവെഞ്ച് ഉണ്ട്. നേരെ തന്നെ ആ റിവെഞ്ച് ഒന്ന് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, നേരെ അയ്യോ ട്രൂപ്സ് എടുത്തോന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ യെസ് ഗൈസ്, ട്രൂപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ബേസ് ഇതാണ്. അപ്പോൾ ടോട്ടലി ഒരു 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 ടാസ്ക് ബേസാണ്. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ നേരെ തന്നെ ഫസ്റ്റ് ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. 3 ഹീലേഴ്സ്, അപ്പുറത്ത് നമ്മുടെ പയ്യൻ, ഇപ്പുറത്ത് അടുത്ത പയ്യൻ, എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി നേരെ റോയൽ ചാമ്പ്യൻ ഇറക്കുന്നു. ഇവിടെ എവിടെയോ ഗ്യാപ്പ് കണ്ടിരുന്നു. ഓക്കെ, റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഒരു സീനുമില്ല. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ അറ്റാക്ക് ഓക്കെ കുഴപ്പമില്ല. അവിടെ കിങ്ങും ക്യൂവിനൊക്കെ നമ്മൾ സെയിം സമയം തന്നെ നമ്മൾ അവരുടെ അയ്യോ എൻ്റെ റോയൽ ചാമ്പ്യൻ ഇപ്പോൾ ഇല്ല ചത്തില്ല. ഓക്കെ, കിങ്ങിൻ്റെ എബിലിറ്റി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ കിങ്ങിനെ നോക്കിക്കോളും. അയ്യോ, റോയൽ ചാമ്പ്യൻ ചാവും ചാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഗൈസ്, ബേസിക്കലി റോയൽ ചാമ്പ്യൻ അങ്ങോട്ട് കയറേണ്ടതായിരുന്നു. ടൗൺ ഹാൾ കയറാൻ വേണ്ടിയായിരുന്നു എൻ്റെ ആഗ്രഹം. ഓക്കെ, റോയൽ ചാമ്പ്യൻ ചത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നേരെ തന്നെ അറ്റാക്ക് തുടങ്ങാം നമുക്ക്. ഡ്രാഗൻ അവിടെ ഇട്ടു. ഡ്രാഗൻ നേരത്തെ പിടിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ പയ്യൻ ഇത് റോയൽ ചാമ്പ്യനെ ഇവിടെ ഇറക്കി. റോയൽ ചാമ്പ്യൻ അല്ല, ഇൻവിസിബിൾ സ്പെൽ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിലവിൽ സീനൊന്നുമില്ല ഗൈസ്, സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ഇടണോ വേണ്ട, ഇൻവിസിബിൾ സ്പെല്ലിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കിങ് ഇറക്കണോ റോയൽ ചാമ്പ്യൻ ഇറക്കണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ മാറ്റിയിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ, നമ്മുടെ റോയൽ ചാമ്പ്യൻ ഇല്ല, സോറി, വീണ്ടും എനിക്ക് തെറ്റിപ്പോകുന്നു. ക്യൂവിന് വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നമില്ല. റോയൽ ചാമ്പ്യൻ്റെ ഞാൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. 2 ആർച്ചർ ക്യൂവിന് വേണ്ടി ഞാൻ സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അറ്റാക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. 2 എക്സ്ട്രീമിൽ നിന്നാണ് അവർ 2 അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യൂവിന് ഒരു സൈഡ് തീർക്കുന്നു, നമ്മുടെ ഡ്രാഗൻസ് ആൻഡ് റോയൽ ചാമ്പ്യൻസ് ഒരു സൈഡിൽ നിന്ന് തീർക്കുന്നു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. എസ് ഗൈസ്, നല്ലൊരു പെർഫെക്റ്റ് റീസ്കാർ കിട്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ നേരെ തന്നെ അടുത്ത അറ്റാക്കിലോട്ട് പോവുകയാണ്. അടുത്ത നമുക്കൊരു റാങ്ക്ഡ് മാച്ച് നോക്കാം. റാങ്ക്ഡ് മാച്ച് ബേസിക്കലി ഭയങ്കര ടാസ്ക്കാണ്. അത് ഇപ്പോഴത്തെ മാച്ച് ആണെങ്കിൽ ഭയങ്കര ടാസ്ക്, ഒട്ടും പറ്റണില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 80 കിട്ടിയ അത്രയ്ക്ക് ആയിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത അക്കൗണ്ടിൽ കയറുന്നു. ഡൊണേഷൻ. ഓക്കെ ഗൈസ്, ഡൊണേഷൻ കൊടുത്ത് നേരെ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. വെപ്പിക്കുന്നില്ല, നേരെ അറ്റാക്ക് ചെയ്യുന്നു. എത്ര സ്കാർ കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, സംഭവം ഈ അറ്റാക്ക് ഇതാണ് നമ്മുടെ ട്രൂപ്സ് പാറ്റേൺ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ റോയൽ ചാമ്പ്യനെയും ക്വീനെയും 2 സൈഡിൽ കൂടെ 2 ചാർജ് ചെയ്താണ് അറ്റാക്ക് ചെയ്യണം. 2 പേര് നോക്കി നല്ല സെറ്റായിട്ടുള്ള അറ്റാക്ക് ആണെന്നാണ് നിലവിൽ എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ നേരെ തന്നെ റാങ്ക്ഡ് മാച്ചാണ് അറ്റാക്ക് ചെയ്യാൻ പോണേ. ദൈവമേ, ഓക്കെ, നേരെ റാങ്ക്ഡ് മാച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. ടാസ്ക്കാണ് വരാൻ പോണേ, കണ്ടറിയാം. ഓക്കെ, പെർഫെക്റ്റ് ഒരു ടാസ്ക് ബേസ് കിട്ടിയിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, ഇത് ഫുൾ ഒരു ടാസ്ക് ആണല്ലോ. എന്ത് വന്നാലും നമ്മുടെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ക്യൂവിനെ ഇവിടെ ഇറക്കുന്നു. ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. വാർഡ് അപ്പുറത്ത് കിങ്, ഇപ്പുറത്ത് നമ്മുടെ പയ്യൻ. ഓക്കെ, അവിടെ നിലവിൽ ഒരു സീനുമില്ല. ഞാൻ റോയൽ ചാമ്പ്യനെ ഈ സൈഡിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യണം. ഇറക്കിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ട് നമ്മുടെ ബോംബ് ടവറിനെ ഒന്നും ചെയ്യാതെ തന്നെ നല്ല പൊട്ടിച്ചിട്ടുണ്ട്. ക്യൂവിനും ഒരു കണ്ണ് വേണം. ക്യൂവിന് എപ്പോൾ വേണോ ചാവാം. ഓക്കെ, നിലവിൽ സീനില്ല. കിങ്ങിൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ കിങ് സെറ്റാക്കിയിട്ടുണ്ട്. ക്യൂവിന് ഒരു ഇൻവിസിബിൾ സ്പെൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അയ്യോ, എൻ്റെ റോയൽ ചാമ്പ്യൻ ചാവരുത്. ഓക്കെ, റോയൽ ചാമ്പ്യൻ നല്ല സ്മൂത്തായിട്ട് ഡെഡായോ ഗൈസ്. റോയൽ ചാമ്പ്യൻ എന്താ എണീക്കാത്ത പിന്നെ? ഓ ഷിറ്റ്. ഓക്കെ, ബേസിക്കലി റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി അല്ല, റോയൽ ചാമ്പ്യൻ്റെ പെറ്റ് മാറി കിടക്കുകയാണ് ഗൈസ്. ഓ ഷിറ്റ്, കുഴപ്പമില്ല. നമ്മൾ എന്നാലേ അയ്യോ ഇങ്ങോട്ട് കയറി പോകണം. ഓ, ക്യൂവിനൊക്കെ വേറെ ഇങ്ങോട്ടോ പോകണം ഗൈസ്. ക്യൂവിനല്ല, നമ്മുടെ റോയൽ ചാമ്പ്യൻ. ഇത് വളരെ ഒരു പെർഫെക്റ്റ് ഫ്ലോപ്പ് അറ്റാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓ ഷിറ്റ്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇതിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 2 സ്റ്റാർ ഒപ്പിക്കണം. നല്ലൊരു പെർസെൻറ്റേജിൽ തന്നെ 2 സ്റ്റാർ ഒപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ലോൺസ്, കുറച്ച് റൈഡേഴ്സ് അല്ല, നമ്മുടെ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഓ, റോയൽ ചാമ്പ്യൻ ഗൈസ്, ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതാണ് എൻ്റെ മിസ്റ്റേക്ക് വന്നത്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് അറ്റാക്ക് ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതൊരു 2 സ്റ്റാർ കിട്ടിയാലേ പറ്റൂ ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റൊക്കെ മാറി കിടക്കുകയാണ് ഗൈസ്. ഞാൻ വിചാരിച്ചത് എന്തൊക്കെയോ ഒരു പ്രശ്നം വരുമെന്നും കറക്റ്റായിട്ട് തന്നെ പക്കാ ഫ്ലോപ്പായി പോയി. ഇത് ബേസിക്കലി അറ്റാക്കിൻ്റെ ഫ്ലോപ്പ് അല്ല, നമ്മൾ എടുത്ത ട്രൂപ്സിൻ്റെ ഒരു പ്രശ്നമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് നേരെ അറ്റാക്ക്. ഓക്കെ ഗൈസ്, നല്ലൊരു പെർഫെക്റ്റ് ഫ്ലോപ്പിംഗ് അറ്റാക്കായി പോയി. 62% ആണ് ആ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ട, കുഴപ്പമില്ല. 62 കിട്ടിയിട്ടുള്ളൂ, വളരെ ബാഡാണ് നമുക്ക്. ഓക്കെ എടാ, സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കിങ്ങിൻ്റെ കണ്ടോ, കിങ്ങിനാണ് മറ്റേ ഈ സാധനം പോയിരിക്കണം. എൻ്റെ പേരെന്തോടാ, ഈ പെറ്റ് പോയിരിക്കണം. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കിങ്ങിന് നമ്മൾ സാധാരണ കൊടുക്കേണ്ട പെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻവിസിബിൾ ഇതാണ് കിങ്ങിന് കൊടുക്കണേ. പിന്നെ ക്യൂവിന് കൊടുക്കണതാണ് നമ്മുടെ ഈ ബേർഡ്.
ഇതാണ് കറക്റ്റ് മെത്തേഡ്. ഇത് വെച്ച് കളിച്ചാൽ നമുക്ക് മാക്സിമം കുറേ റോയൽ ചാമ്പ്യൻ കുറച്ചും കൂടെ ഹെൽത്ത് സസ്റ്റെയിൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് നല്ലൊരു അറ്റാക്ക്. പക്ഷേ എൻ്റെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഫസ്റ്റ് അറ്റാക്ക് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. സെക്കൻഡ് അറ്റാക്ക് ഫ്ലോപ്പ് ആയിപ്പോയി. ഞാൻ എന്തായാലും കുറച്ച് ബാഡ് ആയിപ്പോയി. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത അറ്റാക്ക് നമുക്ക് പിടിക്കാം. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും പറയുക. ഇന്ന് രണ്ടാമത്തെ അറ്റാക്ക് മൈൻഡ് ചെയ്യേണ്ട, അത് ചെറുതായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും വീണ്ടും നല്ല ഫ്ലോപ്പ് മാത്രം, എപ്പോഴും സക്സസ് മാത്രം ഇട്ടാൽ പറ്റില്ലല്ലോ, ഫ്ലോപ്പ് ഇടേണ്ടതാണ്. സോ ബേസിക്കലി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അറ്റാക്ക് ചെയ്തിരിക്കും ഗൈസ്. വീണ്ടും കാണുന്നവരെ ബൈ.